BDJSനെ UDFും എടുക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് CPIയുടെ പുതിയ കണ്ടെത്തലുകൾ. CPIയെ ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചതോടെ വെള്ളാപ്പള്ളി അല്ല LDF എന്ന കടുത്ത മറുപടിയുമായി ബിനോയ് വിശ്വം നേരിട്ട് രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ആരുമായും സഖ്യത്തിന് CPI തയ്യാറല്ല. ഇതോടെ BDJS ഇടതിലെത്തില്ലെന്നും ഉറപ്പായി. ഇതിന് പിന്നാലെയാണ് UDFിലെ മുസ്ലിം ലീഗും BDJSന് എതിരാകുന്നത്. പിണറായിയുടെ മനസ്സ് അനുകൂലമാക്കി മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലെ BDJSനെ ഇടതിലെത്തിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയാണ് CPI പരസ്യപോര് പ്രഖ്യാപിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ ചിരിക്കുകയും കൈ കൊടുക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം കാറിൽ കയറ്റില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒപ്പം കൂട്ടിയതിനെ പരിഹസിച്ചായിരുന്നു ബിനോയിയുടെ ഈ മറുപടി. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളോടുള്ള വിയോജിപ്പാണ് CPI പരസ്യമാക്കുന്നത്. ഇതേ BDJSനെ UDFിൽ എടുക്കാൻ മുസ്ലിം ലീഗും തയ്യാറല്ല. വെള്ളാപ്പള്ളിയുടെ മലബാർ വിരുദ്ധ പ്രസ്താവനയാണ് ഇതിന് കാരണം. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചിരുന്നു. പേരിൽ പോലും മതം വെച്ചുകൊണ്ട് അവർ മതേതരത്വം പറയുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മലപ്പുറം ജില്ല ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സാമ്രാജ്യമായി മാറിയെന്നും അവിടെ ഈഴവ സമുദായത്തിന് ശ്വസിക്കാൻ പോലും അനുവാദമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോമ്പുകാലത്ത് മലപ്പുറത്ത് പെട്ടിക്കടകൾ പോലും തുറക്കാൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാക്കളുടെ കീഴിൽ 17 എയ്ഡഡ് കോളേജുകൾ ഉള്ളപ്പോൾ ഈഴവ സമുദായത്തിന് ഒന്നുമില്ലെന്നും ലീഗ് സമ്പന്നരായ മുസ്ലിങ്ങളെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വിവാദ പരാമർശം. ഈ സാഹചര്യത്തിലാണ് ലീഗിന്റെ എതിർപ്പ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്ക് ഒരു പൂച്ചയുടെ പിന്തുണ പോലും കിട്ടില്ലെന്നും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെ അവഗണിക്കുന്നതാണ് നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നു. തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ലീഗ് ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി തിരിച്ചടിച്ചു. തന്റെ അഭിഭാഷകനും ഓഡിറ്ററും മുസ്ലിങ്ങളാണെന്നും താൻ സമുദായത്തിനെതിരല്ല, ലീഗിന്റെ രാഷ്ട്രീയത്തിന് മാത്രമാണ് എതിരെന്നും അദ്ദേഹം വിശദീകരിച്ചു. അന്ന് കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവും UDF ഉന്നയിച്ചു. ഈ സാഹചര്യമാണ് ലീഗിന്റെ എതിർപ്പിന് കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ള വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അമിതമായി ചേർത്ത് പിടിക്കുന്ന രീതി, പിണറായി വിജയന്റെ ഏകാധിപത്യപരമായ പെരുമാറ്റം, ഇടതുപക്ഷത്തു നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ അകൽച്ച തുടങ്ങിയവയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി CPI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്.